സോ ഈ ലോറൻസ് ഫോഴ്സിനെ കുറിച്ചിട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഈ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ, അത് രണ്ടും ആക്ട് ചെയ്യുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ഫിനോമിനയാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, F ഈക്വൽ ടു Q ഇൻറ്റു E പ്ലസ് V ക്രോസ് B. ഇതാണ് ലോറൻസ് ഫോഴ്സ് അതിൽ പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ F ഈക്വൽ ടു Q ഇൻറ്റു E പ്ലസ് V ക്രോസ് B. സോ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഒരു ചാർജ് പാർട്ടിക്കിൾ ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് ആയിട്ടുള്ളൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഫോഴ്സാണ് അത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കിൻ്റെയും മാഗ്നറ്റിക് രണ്ട് ഫോഴ്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് F ഈക്വൽ ടു Q ഇൻറ്റു E പ്ലസ് V ക്രോസ് B. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, സോ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. വാട്ട് ഈസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്സിലറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് എല്ലാ ഒബ്ജക്റ്റിനും ഒരു ആക്ട് ചെയ്യുന്ന ഒരു സ്യൂഡോ ആയിട്ടുള്ള ഫോഴ്സാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് മെയിനായിട്ട് വരുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്സിലറേറ്റിംഗ് ആണ്. ഈ ഒരു കേസിലാണ് വരുന്നത്. ഇതൊരു സ്യൂഡോ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ഫോഴ്സാണ് കോറിയോലിസിസ് അല്ലേ, കോറിയോലിസിസ് ഫോഴ്സ്. അപ്പോൾ ഇത് വരുന്നത് എന്താണ്? എർത്തിൻ്റെ റൊട്ടേഷനാണ്. എർത്തിൻ്റെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അത് എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ ഇനി പ്രൊജക്റ്റിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാം. സെയിം ആക്സിലറേഷനിൽ അത് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ എർത്ത് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കോറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്നറിയാം. ഓക്കെ, പിന്നെ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം വിചാരിക്കും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോണ പോലെ ഫീൽ ചെയ്യും. ഒരു സ്യൂഡോ ആയിട്ടുള്ള ഫോഴ്സാണ്, യഥാർത്ഥത്തിലില്ല പക്ഷേ സ്യൂഡോ ആയിട്ടുള്ള ഫോഴ്സാണ്. അതാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോറിയോലിസിസ് ഫോഴ്സ് പറയുമ്പോൾ അത് മെയിനായിട്ട് വരുന്നത് എർത്തിൻ്റെ റൊട്ടേഷനാണെന്ന് പറഞ്ഞു. അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഹ്യൂറിക്കെയിൻ, അതേപോലെ ഓഷ്യൻ കറൻറ്റ്, അങ്ങനെ അതേപോലെ വിൻഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കോറിയോലിസിസ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 9 ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹാമിൽട്ടോണിയൻ ജാക്കോബി തിയറി ദ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഈസ് സാറ്റിസ്ഫൈ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇതാണല്ലേ, ∂S/∂T പ്ലസ് H ഈക്വൽ ടു 0. അപ്പോൾ ഹാമിൽട്ടൺ ജാക്കോബി തിയറി തന്നെ നമ്മൾ പഠിക്കാനുണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ ലാസ്റ്റൊക്കെ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ അല്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള ഇക്വേഷനാണ്. നമ്മളവിടെ പഠിക്കുന്ന ഇക്വേഷനാണ് ∂S/∂T പ്ലസ് H ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ഫോർ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ഫോർ ഹാർമോണിക് ഓസിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതും സെറ്റിൻ്റെ ഒരു പ്രീവിയസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 1/2m ∂S/∂Q ഹോൾ സ്ക്വയർ പ്ലസ് m ഒമേഗ സ്ക്വയർ m സ്ക്വയർ q സ്ക്വയർ പ്ലസ്
ഡോ എസ് ബൈ ഡോ ടി ഈക്വൽ ടു 0. ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എച്ച് ജി ഇക്വേഷനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻസ്. ഓക്കെ. ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ക്യൂ ഡോട്ട് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ പി. ഓക്കെ. പ്ലസ് ആണ് പി ഡോട്ട് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ. ഓക്കെ. അപ്പോൾ ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ ആണ് അല്ലേ. ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഡോ സ്ക്വയർ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുപോലെ ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല കേട്ടോ, പോസിറ്റീവാണ്. ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് പ്ലസ് ഡോ എച്ച് ബൈ ഡോ പി. അപ്പോൾ ക്യൂ വരുമ്പോൾ ഇവിടെ പി ആണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് വരിക. ഓക്കെ. ഇനി പി വരുമ്പോൾ എപ്പോഴും നെഗറ്റീവ് വരും എന്ന് ഓർക്കുക. പി ഈക്വൽ ടു പി ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ ആണ്. ഓക്കെ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമ്മൾ ക്യൂ ഡോട്ടാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ ഡോട്ട് ഉണ്ട്, ഇവിടെ ഡോട്ട് ഇല്ല അല്ലേ. അപ്പോൾ ക്യൂ ആണെന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ പി ആണ് വരിക അല്ലേ. ഇനി പി ആണ് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ ക്യൂ ആണ് വരിക. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പി ആണ് എഴുതുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻ. ഇതും ഡയറക്റ്റായിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. വേറൊരു കാര്യം പറയാനുള്ളത് ഈ ലഗ്രാഞ്ചിയൻ ഓക്കെ, അതേപോലെ ഹാമിൽട്ടോണിയൻ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ഏത് ട്രാൻസ്ഫോർമേഷനാണെന്ന് ചോദിക്കാം. അപ്പോൾ എല്ലും എച്ചും അല്ലേ, ലഗ്രാഞ്ചിയനും ഹാമിൽട്ടനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഏത് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ആണ് അത് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെജൻഡറി ആണ്. ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയനും റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പമാണ് അല്ലേ. എല്ലും എച്ചും അല്ലേ ലെജൻഡറി. ഓക്കെ. ലെജൻഡറി, എല്ലും എച്ചും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ലെജൻഡറി ട്രാൻസ്ഫോർമേഷനാണ്. സോ നമുക്ക് വേറൊരു പോയിൻ്റ് ഇതിൽ പറയാനുള്ളത് ഈ ഹാമിൽട്ടോണിയൻ കാനോണിക്കൽ ഇക്വേഷൻ, ഹാമിൽട്ടൺസ് കാനോണിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്യൂ ഡോട്ടും പി ഡോട്ടും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് പോയിസൺ ഇൻ ടേംസ് ഓഫ് പോയിസൺ ബ്രാക്കറ്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, പോയിസൺ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ക്യൂ ഐ ഡോട്ട് അല്ലേ. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡോ എച്ച് ബൈ ഡോ പി ആയിരുന്നു അല്ലേ. അതെന്തിന് ഈക്വലാണ്? ഈക്വൽ ടു പോയിസൺ ബ്രാക്കറ്റ് ഓഫ് ക്യൂ ഐ ഡോ എച്ചും അതേപോലെ പി ഐ ഡോട്ട് ആണെങ്കിൽ അതെന്തിന് ഈക്വലാണ്? പോയിസൺ ബ്രാക്കറ്റ് ഓഫ് പി ഐ എച്ച്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ക്യൂ ഐ ഡോട്ട് ആണെങ്കിൽ ക്യൂവും എച്ചും, പി ഐ ഡോട്ട് ആണെങ്കിൽ പി ഐയും എച്ചും. ഓക്കെ. പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ വരും. ഇപ്പോൾ പോയിസൺ ബ്രാക്കറ്റ് നമ്മൾ പി ഐ വെച്ചിട്ട് എച്ച്, ഇതിൻ്റെ പോയിസൺ ബ്രാക്കറ്റ് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി ഐ ഡോട്ട് എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് കുറച്ച് ലെങ്തിയാണ്, അത് പറയുന്നില്ല. ഡയറക്റ്റായിട്ട് ഇതും സെറ്റ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ആയിട്ടുള്ള. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോയിസൺ ബ്രാക്കറ്റിൻ്റെ ടേംസിൽ ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റാണ് വരിക. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോയിസൺ ബ്രാക്കറ്റാണ്. ഓക്കെ. ഇങ്ങനെ വരും. ഓക്കെ. പോയിസൺ ബ്രാക്കറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു സൈനിലാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന് എ പാർട്ടിക്കിൾ ഓഫ് ചാർജ്ഡ് ക്യൂ ആൻഡ് മാസ് m which is moving in one dimensional harmonic potential, ഒരു 1D ഹാർമോണിക് പൊട്ടൻഷ്യൽ ഓഫ് ഫ്രീക്വൻസി ഒമേഗയാണ്, ഈ സബ്ജക്റ്റ് ടു വീക്ക് ഇലക്ട്രിക് ഫീൽഡ് എപ്സിലോൺ ഇൻ എക്സ് ഡയറക്ഷൻ. വാട്ട് വുഡ് ബി ദ എക്സാക്ട് എക്സ്പ്രഷൻ ഫോർ ദ എനർജിയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. n + ½ ക്രോസ് എച്ച് ഒമേഗ മൈനസ്
ക്യൂ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ ബൈ 2m ഒമേഗ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻട്രോപ്പിയാണ്. എൻട്രോപ്പി ഇൻ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ഈസ് ഡിഫൈൻഡ് ആയിട്ട് ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷനാണ് അല്ലേ. എൻട്രോപ്പി S=K/Ln ഒമേഗ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നുമല്ല, ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, അപ്പോൾ S=